അനുകൂലിച്ച് കോഴിക്കോട് ഫ്ലെക്സ് ബോർഡ് നയിക്കാൻ നായകൻ വരട്ടെ എന്ന് മതേതരത്വത്തിന് വേണ്ടി നിലകൊണ്ടതിനാണ് നിങ്ങൾ വെട്ടേറ്റു വീണതെന്നും ബോർഡിലുണ്ട്. വിവരങ്ങളുമായി സൂര്യ സുജി ചേരുന്നു കോഴിക്കോട് നിന്ന്. സൂര്യ, ഈ തൃശൂരിലെ മുരളീധരന്റെ തോൽവി, പാർട്ടിയിലെ പൊട്ടിത്തെറി, കൂട്ടത്തല്ല്, പിന്നീട് നേതാക്കൾ ഇടപെടുന്നു, ഒടുവിൽ നേതാക്കൾക്കെതിരെ നടപടി വരുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ തൃശൂരിൽ നടക്കുന്നുണ്ട്. കോഴിക്കോട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഫ്ലെക്സ് ബോർഡുകൾക്ക്, പോസ്റ്ററുകൾക്ക് പിന്നിൽ ആരാണ്? നേതാക്കളുടെ പ്രതികരണം ലഭിക്കുന്നത്? നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല, പ്രിയപ്പെട്ട KM, നിങ്ങൾ മതേതര കേരളത്തിന്റെ ഹൃദയമാണ് എന്നീ തലക്കെട്ടുകളോടുകൂടിയാണ് കെ മുരളീധരനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ മുരളീധരന്റെ വീടിന് ചുറ്റുമുള്ള റോഡുകളിലെ അരികുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയോടെയാണ് ഈ ഫ്ലെക്സ് ബോർഡ് ശ്രദ്ധയിൽപ്പെടുന്നത്. കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന് മാത്രമാണ് ഈ ഫ്ലെക്സിന്റെ അടിവശത്തായി എഴുതിയിരിക്കുന്നത്. മുരളീധരനെ പിന്തുണയ്ക്കുന്നവർ തന്നെയാണ് ഈ ഫ്ലെക്സിന് പിന്നിൽ എന്ന് നമുക്ക് തീർച്ചയാണ്. ഈ ഫ്ലെക്സ് വെക്കാനുള്ള പ്രധാന കാരണം കഴിഞ്ഞ ദിവസം അടക്കം കെ മുരളീധരൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നു, തൃശൂരിലെ തോൽവിക്ക് ശേഷം താൻ ഇനി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന്. ഇത് കോൺഗ്രസ് നേതൃത്വത്തെയും മുരളീധരനെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ അണികളെ എല്ലാം തന്നെ വളരെയധികം വിഷമത്തിലാഴ്ത്തിയിരുന്നു. അതിന്റെ പിന്തുടർച്ചയായാണ് ഇപ്പോൾ മുരളീധരനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലെക്സുകൾ, പോസ്റ്ററുകൾ എല്ലാം തന്നെ കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. സേതുലക്ഷ്മി. ശരി സൂര്യ, എന്താണെങ്കിലും കെ മുരളീധരന്റെ തോൽവി, അതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത പ്രശ്നങ്ങളൊക്കെ തൃശ്ശൂർ നടക്കുന്നുണ്ട്. തൃശ്ശൂരിലെ കൂട്ടത്തല്ല് അത് മുന്നണിയെ ആകെ നാണക്കേടിലെത്തിച്ച ഒന്നാണ്. അതിനുശേഷം അവിടെ പോസ്റ്റർ യുദ്ധവും തുടരുകയായിരുന്നു. കേന്ദ്ര നേതാക്കൾ ഇടപെട്ടിട്ട് പോലും, KC വേണുഗോപാൽ അടക്കം ഇടപെട്ടിട്ട് പോലും അതിൽ നിന്ന് മാറാൻ നേതാക്കൾ ഇരുവിഭാഗവും തയ്യാറായിട്ടില്ല. ഒടുവിൽ ഈ നേതാക്കൾക്കെതിരെയൊക്കെ ഒരു നടപടിയും വന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് തൃശ്ശൂരിലേത്. ഇപ്പോഴത്തെ കോഴിക്കോടും അതിന് സമാനമായി ഫ്ലെക്സ് യുദ്ധം അല്ലെങ്കിൽ പോസ്റ്റർ യുദ്ധം നടക്കുന്നു. കെ മുരളീധരന് അനുകൂലമായി അവിടെ പോസ്റ്റർ യുദ്ധം നടക്കുന്നു എന്നുള്ള വിവരമാണ് സൂര്യ സുജി പങ്കുവച്ചത്.